നമുക്ക് പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുമണ്ട പണയ തട്ടിപ്പ് കേസിൽ പ്രതികളായ CPIM മുൻ ലോക്കൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഭാര്യയും ഒളിവിൽ. തേൻകുറിശ്ശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യ ലക്ഷ്മി ദേവിയും ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. 24 എക്സ്ക്ലൂസീവ് പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ മുക്കുകൊണ്ട പണയ തട്ടിപ്പ് നടന്നു. തട്ടിപ്പ് കൈയോടെ പിടിച്ചത് ബാങ്ക് മാനേജർ തന്നെയാണ്. നമ്മോടൊപ്പം ബാങ്കിൻ്റെ ചെയർമാൻ ശ്രീ യു രാജഗോപാലാണ് ചേരുന്നത്. ചെയർമാൻ, എന്താണ് ഈ ഒരു തട്ടിപ്പ്? ഈ ജീവനക്കാരെങ്ങനെ തട്ടിപ്പ് നടത്തിയത് ഇതുവരെ നമുക്ക് ബാങ്കിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ? ഏതാണ്ട് എത്ര അളവിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? അല്ല, ഇതിൽ സംശയകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായ വഴി തന്നെ ബാങ്കിൻ്റെ മാനേജർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ബാങ്കിൻ്റെ മാനേജർക്ക് സംശയം തോന്നിയ വഴി തന്നെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൈസർ അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഉടൻ തന്നെ പത്തിരിപ്പാല ശാഖയിലേക്ക് പോവുകയും അവിടെ എത്തി മോഹനകൃഷ്ണൻ പണയം വെച്ചിട്ടുള്ള, അതായത് മോഹനകൃഷ്ണൻ ആണല്ലോ പണയവസ്തു സ്വീകരിച്ചത്, ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. സാധാരണഗതിയിൽ മാനേജർ പുറത്ത് പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ ചുമതല ഏൽപ്പിച്ച് പോകാറുണ്ട്. ഈ ചുമതല ഏൽപ്പിച്ച സന്ദർഭങ്ങളിലാണ് ഈ തട്ടിപ്പെല്ലാം നടന്നിട്ടുള്ളത്. കാണാനല്ല, ഇവരുടെ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ ഇവരില്ല, ഇവരെല്ലാവരും പുറത്തു പോയിരിക്കുന്നു. ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ പാർട്ടിയാണ് ഭരിക്കുന്നത് ബാങ്ക്. പിന്നീട് അന്ന് നമുക്കിതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം ഇയാളുടെ പെങ്ങൾ എന്താണെന്നോ ഇയാളുടെ അളിയൻ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രോഡ് നടത്തിയ 3 ആൾ എന്ന മട്ടിലാണ് നമ്മൾ ഇവരെ കണ്ടത്. പിന്നീട് ഇവർ ജനപ്രതിയാണെന്ന് പത്രങ്ങളിൽ നിന്ന് പിന്നീട് അറിഞ്ഞു. പാർട്ടിയാണല്ലോ ബാങ്ക് ഭരിക്കുന്നത്, സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ഒരു പിന്തുണ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഈ ബാങ്കിലെ ഭരണസമിതിക്കുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഭരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ് ഭരണസമിതിയിനകത്തുള്ളത്. അപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPMന് അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ തന്നെ കബളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നടപടി ഉറപ്പാണല്ലേ? ഇനി മറ്റ് നടപടികൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞല്ലോ. നടപടി എടുത്തു കഴിഞ്ഞു, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്തത് മുഴുവൻ പോലീസിൻ്റെ അന്വേഷണത്തിന് കൂടി അത് വ്യക്തമായി കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുൾപ്പെടെയുള്ള നടപടിയാണ് ബാങ്കിന് എടുക്കാനുള്ളത്. മാത്രമല്ല, ഒറ്റപ്പാലം അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രോഡുണ്ടായ സമയത്ത് തന്നെ റിസർവ് ബാങ്കിനെ ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 21 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആ സമയത്ത് അത് കൊടുക്കും. തീർച്ചയായും അതാണ് യു രാജഗോപാൽ ചെയർമാൻ അറിയിക്കുന്നത്. S രാജുവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. എന്തായാലും കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അല്ലേ? അല്ല, അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാക്കണം. ശ്രീകുമാരനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്.